So, hi, hello, welcome to the channel. So, myself, Alan. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ജെയിൻ ബി കോം സ്റ്റുഡൻസിൻ്റെ എക്സാം, അത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ACCA UK എന്ന വേരിയൻറ്റിനെ പറ്റിയുള്ള അതിൻ്റെ എക്സാമും എക്സാം സ്ട്രക്ചേഴ്സും അതിൻ്റെ മാർക്ക് എങ്ങനെ, നിങ്ങളുടെ വാല്യൂ, അതിൻ്റെ അസസ്മെൻറ്റ് കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം, എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കാം. ഓരോ പേപ്പറും ഓരോ സെമസ്റ്ററിലും ഏകദേശം 6 പേപ്പർ വെച്ചുണ്ട്. അപ്പോൾ അതിൽ ഓരോ പേപ്പറും അസസ് ചെയ്യുക 100 മാർക്കിലാണ്. ഈ 100 മാർക്കിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് CA കണ്ടിന്യൂസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു അസൈൻമെൻറ്റ് പോലത്തുള്ള ഒരു ആക്ടിവിറ്റിയും, മറ്റൊന്ന് ഇൻറ്റേർണൽ മാർക്സിനുള്ള കണ്ടിന്യൂസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയും, മറ്റൊന്ന് നിങ്ങളുടെ ഫൈനൽ എക്സാം 70 മാർക്കിനും ആയിരിക്കും. ഇനി കണ്ടിന്യൂസ് അസസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു ചെറിയ കേസ് സ്റ്റഡി അസസ്മെൻ്റ് ആണ്. അവിടെ നിങ്ങളുടെ ഓരോ സബ്ജക്ട് കോഴ്സിനെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ മൊത്തം 3 കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആണ് ഓരോ പേപ്പേഴ്സിനും നിങ്ങൾക്ക് നിങ്ങളുടെ LMSൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാകുക. ഈ CAയിൽ ബെസ്റ്റ്, ഈ 3ലെയും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സ്കോർ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇന്ത്യൻ മാർക്ക് അസസ്മെൻറ്റിന് നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യുക. ഇനി ഫൈനൽ എക്സാമിലേക്ക് വരികയാണെങ്കിൽ എക്സാം 70 മാർക്കിനാന്ന് പറഞ്ഞു. ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണും. അത് 50 മാർക്കിന്. അത് സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾ ക്യാമറ ഓണാക്കി അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി അതിൻ്റെ സെക്കൻഡ് ഒരു പാർട്ടും കൂടെ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. ഈ ഡിസ്ക്രിപ്റ്റീവ് മൊത്തം 20 മാർക്കിനായിരിക്കാം. അത് പേപ്പറിൽ ആണ് നിങ്ങൾ എഴുതുക. അത് നിങ്ങളുടെ സിസ്റ്റത്തിന് ഫ്രണ്ടിൽ ക്യാമറ ഓണാക്കി തന്നെ ഇരുന്നു കൊണ്ട് ഡയറക്റ്റ്ലി നിങ്ങൾ എന്താണ്, നിങ്ങൾ MCQ ക്വസ്റ്റ്യൻ ചെയ്തതിന് തൊട്ട് പിന്നാലെയോ അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്തെടുത്താൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ മൊത്തം ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് MCQ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീണ്ടും ഡിസ്ക്രിപ്റ്റീവ് അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. MCQ സെലക്ട് ചെയ്ത് മൊത്തം ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റിലേക്ക് പോകുന്നതെങ്കിൽ MCQ മൊത്തം ചെക്ക് ചെയ്യണം. പിന്നെ കാര്യം, നിങ്ങൾക്ക് എന്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, MCQയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഈ ഡിസ്ക്രിപ്റ്റീവ് മാർക്ക് 20 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ 2 രീതിയിലാവാം. അതിൻ്റെ അകത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാകാം. 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റിനോ 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റിനോ ആയിരിക്കും നിങ്ങൾക്ക് എന്തിനു വരിക, എക്സാമിന് വരിക. എക്സാം ഡ്യൂറേഷൻ എന്ന് പറയാൻ മൊത്തത്തിൽ 3 മണിക്കൂറായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം നല്ല ഏറെ സമയമുണ്ട് എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാനുള്ള സമയം നിങ്ങൾക്ക് എവിടെ ഉണ്ട്. ഈ 3 അവറിൽ 70 മാർക്കിന് ക്വസ്റ്റ്യൻ ചെയ്ത ടൈം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയും പാസ് ആവാനുള്ള ക്രൈറ്റീരിയ എത്രയാണ്? മൊത്തത്തിൽ നിങ്ങൾക്ക് 100ൽ 40 മാർക്കാണ് വേണ്ടത് എന്തിന്, നിങ്ങൾ പാസ് ആകുവാൻ വേണ്ടി. പക്ഷേ ഫൈനൽ എക്സാമിൽ നിങ്ങൾക്ക് മിനിമം 25 മാർക്കെങ്കിലും, 70ൽ 25 മാർക്കെങ്കിലും മിനിമം വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് പോകേണ്ട മുന്നേ മനസ്സിലാക്കേണ്ടത്. ഇനി എക്സാമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എക്സാമിന് മുന്നായിട്ട് അതിന് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ വോക്ക് ത്രൂ നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ നടപ്പിലാക്കുക. ഇനി കൂടുതൽ ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ട്രിപ്ലൈ ACCA മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ദെൻ, ആൻഡ് ഐ വിൽ ബി കമ്മിങ് ഫോർ ഡിജിറ്റൽ ഫ്ലുവൻസി എന്ന് പറയുന്ന സെമസ്റ്റർ 1 ജെയിൻ BComൽ ഡിജിറ്റൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞ പേപ്പറിന് പഠിപ്പിക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സീ യു ദെൻ, ബൈ.